ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഓർഗാനിക് കെമിസ്ട്രി എന്ന ചാപ്റ്ററാണ്. 8ാമത്തെ ചാപ്റ്റർ, ഇന്നത്തേത് 2ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോമോലോഗസ് സീരീസിനെ പറ്റിയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്ന് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ ഭാഗമാണ്. അപ്പോൾ പ്രോപ്പറായി നമ്മളത് റിവൈസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ഓർമ്മ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ചാൽ ക്ലാസ് കാണുമ്പോൾ ഓർമ്മയുണ്ടാവും, അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മറന്നു പോകും അല്ലേ. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ആദ്യം പറഞ്ഞത് കാർബണെ പറ്റിയിട്ടാണ് അല്ലേ. കാർബൺ എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? കാർബണിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 4ആണ്. കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോണുകളുണ്ട്. സോ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ 4 പേര് വേണം, അല്ലെങ്കിൽ 4 പേര് പോകണം. അത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ നടക്കുന്നതാണ് ഷെയറിങ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഷെയറിങ് ആണ് നടക്കുന്നത്. അതായത് കാർബൺ എപ്പോഴും ഫോം ചെയ്യുന്നത് ഷെയറിങ്ങിലൂടെ ഫോം ചെയ്യുന്ന കോവാലൻ്റ് ബോണ്ടുകളാണ്. അങ്ങനെ കോവാലൻ്റ് ബോണ്ടുകൾ കാർബണുമായിട്ട് ഏറ്റവും കൂടുതൽ ഫോം ചെയ്യുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്ന ആരാണ്? ഹൈഡ്രോജൻ ആണ്. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന ഹൈഡ്രോജനും അതുപോലെ തന്നെ കാർബണും തമ്മിൽ ചേർന്ന് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോ കാർബണുകളിൽ കാർബണും ഉണ്ടാകും, അതുപോലെ തന്നെ ഹൈഡ്രോജനും ഉണ്ടാകും. ഓക്കെ, ഇനി ഹൈഡ്രോ കാർബണുകൾ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് സാച്ചുറേറ്റ്. ഓക്കെ, എന്താണ്? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നും അതുപോലെ വരുന്ന മറ്റൊന്നാണ് എന്ത്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകളുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കാർബണും തമ്മിലുള്ളത് എപ്പോഴും സിംഗിൾ ബോണ്ടുകൾ മാത്രമാണെങ്കിൽ, അതായത് ഹൈഡ്രോ കാർബണിൽ കാർബണും ഹൈഡ്രോജനും ഉണ്ട് അല്ലേ. അതിൽ ഇവർക്ക് കാർബണുകൾക്കിടയിൽ എപ്പോഴും ഉള്ളത് സിംഗിൾ ബോണ്ടുകൾ മാത്രമാണെങ്കിൽ അത്തരം ഹൈഡ്രോ കാർബണുകളെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കുന്നത്. ഇവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ANE അഥവാ ആൽക്കെയിൻസ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൽക്കെയിൻ എന്ന് പറയുന്നത് CH4 ആണ്. ഈ CH4ൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? കാർബൺ 4 വാലൻസി, ആ 4 വാലൻസിയിലും ഓരോ ഹൈഡ്രോജൻ വന്ന് ചേർന്നിട്ടുണ്ട്. സോ CH4 ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൽക്കെയിൻ എന്ന് പറയുന്നത്. ഇനി അൺസാച്ചുറേറ്റഡിലോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ 2 ഉണ്ട്. കാർബണും ബോണ്ട് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ബോണ്ടെങ്കിലും ഡബിൾ ബോണ്ട് ആണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകളാണ്. അല്ലെങ്കിൽ കാർബണും തമ്മിൽ ബോണ്ട് ചെയ്യുമ്പോൾ അവർക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിലും അത് എന്താണ്? അൺസാച്ചുറേറ്റഡ് ആണ്. അങ്ങനെ ഡബിൾ ബോണ്ട് വരുന്ന ആൽക്കെയിനുകൾ, ഓക്കെ, ആൽക്കെയിൻ ഹൈഡ്രോ കാർബണുകൾ നമ്മൾ ആൽക്ക് ENE എന്ന് വിളിക്കും, ആൽക്കീൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ആൽക്കീൻ. അതുപോലെ ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബണുകൾ നമ്മൾ ALKYNE അഥവാ ആൽക്കൈൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ സിംഗിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആൽക്കെയിൻ, ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആൽക്കീൻ, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആൽക്കൈൻ. ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഒന്ന് CH4 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമോലോഗസ് സീരീസിനെ പറ്റിയാണ്. ഇപ്പോൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, സിമ്പിളാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ വരയ്ക്കുന്നു, CH4. ഓക്കെ, അതായത് കാർബണിൻ്റെ 4 ഭാഗത്തും ഓരോ ഹൈഡ്രോജൻ വന്ന് ചേർന്നിരിക്കുന്നതാണ് CH4. എന്നാൽ 2 കാർബൺ വരുന്ന ഒരു ആൽക്കെയിൻ വരയ്ക്കുമ്പോൾ നമുക്കിവിടെ 2 കാർബൺ ഉണ്ടാവും. ആൽക്കെയിൻ ANE എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ബോണ്ട് സിംഗിൾ ആയിരിക്കും. സോ ബാക്കി വാലൻസികൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. അവിടെ വന്നിരിക്കുന്നത് ആരായിരിക്കും? അവിടെ വന്നിരിക്കുന്നത് ഹൈഡ്രോജനുകളായിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ ഹൈഡ്രോജൻ വരുന്നത്. അവരുടെ ഫോർമുല നമ്മൾ എഴുതുമ്പോൾ എന്തായിരിക്കും? അത് C2H6 എന്നായിരിക്കും. എന്തായിരിക്കും? C2H6. ഇത് CH4. ഓക്കെ, ഞാൻ ഒന്നും കൂടെ ഒരാളെയും കൂടെ എഴുതിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോഴേ നമുക്കത് കുറച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യുള്ളൂ, ഈ ഹോമോലോഗസ് സീരീസ് മനസ്സിലാവുള്ളൂ. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത ആൾ ഞാൻ പറയണം 3 കാർബണുകളുണ്ട് എന്ന് വിചാരിക്കുക. എത്ര കാർബണുണ്ട്? 3 കാർബണുണ്ട്. ആൽക്കെയിൻ ANE ആയതുകൊണ്ട് അവർക്കിടയിൽ സിംഗിൾ ബോണ്ടാണെന്നും അറിയാം. ബാക്കി വരുന്ന ഭാഗങ്ങളിൽ എന്താണ്? ഹൈഡ്രോജൻ വന്നിരിക്കുകയാണ്. അപ്പോൾ വന്നിരിക്കുന്നു ഹൈഡ്രോജൻ, 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 ഹൈഡ്രോജൻ,
ഹൈഡ്രജൻ. ഞാനിത് ഓരോ തവണ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കണ്ടത് ശീലമാവാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ കാർബണിൻ്റെ എണ്ണം 3 ആണ്. ഹൈഡ്രജൻ്റെ എണ്ണം എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8 ആണ്. ഇനി നമുക്ക് ഈ സീരീസിലോട്ടൊന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ ആളിൽ 1 കാർബണും 4 ഹൈഡ്രജനും, രണ്ടാമത്തെ ആളിൽ 2 കാർബണും 6 ഹൈഡ്രജനും, മൂന്നാമത്തെ ആളിൽ 3 കാർബണും 8 ഹൈഡ്രജനും. അപ്പോൾ നോക്കി, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 1 കാർബണും 2 ഹൈഡ്രജൻ്റെ വ്യത്യാസം വന്നു അല്ലേ? ഈ പറയുന്ന ആളുടെ കൂടെ 1 കാർബണും 2 ഹൈഡ്രജനും ചേർന്നപ്പോൾ രണ്ടാമത്തെ ആളായി. ഇനി ഇവനും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. C2H6ഉം C3H6നും ഇടയിൽ എത്രയുടെ ഗ്യാപ്പാണ് ഉള്ളത്? ഒരു CH2ൻ്റെ ഗ്യാപ്പാണ് ഉള്ളത്. ആണോ? അപ്പോൾ ഇത്തരത്തിൽ ഇത് ആൽക്കെയിൻ സിംഗിൾ ബോണ്ട് വരുന്ന ആളുടെ കേസ്. ഇനി ഇതുപോലെ നമുക്ക് ഡബിൾ ബോണ്ടിൻ്റെ ഒന്ന് വരച്ച് നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഡബിൾ ബോണ്ട്, ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ആൽക്കീൻ ENE ഡബിൾ ബോണ്ട് വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൾ എന്തായിരിക്കും? ഡബിൾ ബോണ്ട് വരണമെങ്കിൽ മിനിമം 2 കാർബൺ അവിടെ വേണം അല്ലേ? അപ്പോൾ 2 കാർബൺ ഉണ്ട്. പിന്നെ എന്തുണ്ട്? ബാക്കി ബാലൻസ് തികയ്ക്കാനായിട്ട് 4 പേരാണുള്ളത്. അവിടെ ഓരോടത്തും ആര് വന്നിരുന്നു? ഹൈഡ്രജൻ വന്നിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ എത്ര ഫോർമുല എന്താണ്? C2H4. തൊട്ടടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എത്ര പേര് വരാം? അവിടെ 3 പേര് വരാം. അതിൽ ഒരാൾക്ക് ഡബിൾ ബോണ്ട് ഉണ്ടായാൽ മതി. അപ്പോൾ പിന്നെ എന്താണ് പറ്റുന്നത്? ഇവിടെ 3 ഉണ്ട് അല്ലേ? പിന്നെ എന്താ ബാക്കി വരുന്നത്? ഇവിടെ 2 ആയി, 3, 4, ഇവിടെ 1, 2, 3, 4. ഹൈഡ്രജൻ, 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 ഹൈഡ്രജൻ. ഫോർമുല എന്താണ്? C3H 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. H6 ആണല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെയും അടുത്തടുത്തുള്ള 2 പേര് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ 2 കാർബൺ, ഇവിടെ 3 കാർബൺ. സോ 1 കാർബണും ഹൈഡ്രജൻ എത്ര വ്യത്യാസം വന്നത്? 2. കണ്ടോ? ഇനി ഇതുപോലെ ബാക്കി നമ്മൾ വരച്ചു പോയാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ എടുക്കുമ്പോൾ അതിൽ ഒരേ സീരീസിൽ വരുന്ന ആൾക്കാർ, ഇവർക്കിടയിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഒരു CH2 മാത്രമാണെങ്കിൽ ആ സീരീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഹോമോലോഗസ് സീരീസ്. അതായത് ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റ് ബൈ എ ജനറൽ ഫോർമുല ഹാവിങ് എ ഡിഫറൻസ് ഓഫ് CH2 ഗ്രൂപ്പ് ബിറ്റ്വീൻ 2 സക്സസീവ് മെമ്പേഴ്സ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. നോക്കിയേ, C2H6ഉം C3H8ഉം C2H6ഉം C3H8ഉം തമ്മിൽ വ്യത്യാസം എത്രയാണ് വരുന്നത്? 1 കാർബണും 2 ഹൈഡ്രജൻ ആണോ? ഈ C2H6 എന്ന് പറഞ്ഞാൽ അത് ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ? എങ്ങനെ അറിയാൻ പറ്റും? നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ആൽക്കെയിൻസ് അല്ലേ, സിംഗിൾ ബോണ്ട് വരുന്ന ANEയുടെ ഫോർമുല നമ്മൾ എഴുതി. എന്താണ്? CnH2n+2. ഡബിൾ ബോണ്ട് വരുന്ന ENEയുടെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. CnH2n. അതുപോലെ ട്രിപ്പിൾ ബോണ്ട് വരുന്ന YNEയുടെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. CnH2n-2. അപ്പോൾ അത് വെച്ചിട്ട് പറഞ്ഞേ, C2H6 ആൽക്കെയിൻ ആണോ ആൽക്കൈൻ ആണോ? അപ്പോൾ C2 ആണ് അല്ലേ? അപ്പോൾ C2. അപ്പോൾ H എന്ന് പറയുന്നത് 2 × 2 എത്രയാണ്? 4. 4 + 2 എത്രയാണ്? 6. അപ്പോൾ C2 എന്താണ്? H6. അപ്പോൾ ഇത് ഫോർമുല വരുന്ന ഏതാണ്? ANE ആണ് അല്ലേ? അപ്പോൾ എന്താണ്? ഇത് ആൽക്കെയിൻ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഓക്കെ, ജനറൽ ഫോർമുലയാണ് CnH2n+2. ഇനി ഇതുപോലത്തെ അടുത്തടുത്ത് വരുന്ന C2H6ഉം C3H8ഉം വ്യത്യാസം നമ്മൾ പറഞ്ഞു എത്രയാണ്? 1 കാർബൺ ആറ്റവും 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വ്യത്യാസം. ഈ ടേബിളിൽ പറയുന്ന കാര്യമാണ് ഞാൻ നേരത്തെ വരച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്നാലും ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് പറയുന്നത്? ഹോമോലോഗസ് സീരീസ് വരുന്നത്. അടുത്തടുത്തുള്ളവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1 കാർബണിൻ്റെയും 2 ഹൈഡ്രജൻ്റെയും ആയിരിക്കും. അത് ആൽക്കെയിൻ ആയാലും ആൽക്കൈൻ ആയാലും വ്യത്യാസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ജനറൽ ഫോർമുല ഓർമ്മയുണ്ടല്ലോ, ആൽക്കീൻ്റെത് CnH2n, ആൽക്കൈൻ ആവുമ്പോൾ CnH2n, പിന്നെ എന്താണ്? -2. അപ്പോൾ ഇത്തരം സീരീസിനാണ് നമ്മൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൊരു സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അവരെ നമുക്ക് ഒരു ജനറൽ ഫോർമുല ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. അവർക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1 കാർബണിൻ്റെയും 2 ഹൈഡ്രജൻ്റെയും വ്യത്യാസമായിരിക്കും. അതായത് ഇപ്പോൾ ആൽക്കെയിൻ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരു ജനറൽ ഫോർമുലയായ
H2n+2 വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ അടുത്തടുത്ത് വരുന്ന ആൾക്കാർക്കിടയിലുള്ള വ്യത്യാസം ഒരു കാർബണും 2 ഹൈഡ്രജൻ്റെ ആയിരിക്കും. സോ ആ സീരീസ് എന്തിന് എക്സാമ്പിൾ? ഒരു ഹോമോലോഗ സീരീസ് എക്സാമ്പിൾ. അതുപോലെ ആൽക്കീൻ ഒരു ഹോമോലോഗ സീരീസ് ഉണ്ട്. ആൽക്കൈനും എന്തുണ്ട്? ഒരു ഹോമോലോഗ സീരീസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അവരെ നമുക്കൊരു ജനറൽ ഫോർമുല ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ്. ഇവർക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് CH2 ഗ്രൂപ്പിൻ്റെതായിരിക്കും. ഇവർ ഒരുപോലത്തെ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കും. മാത്രമല്ല ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റെഗുലറായി മാറും. അതായത് കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആൽക്കെയിൻ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ എടുക്കുന്ന ഈ ആൽക്കെയിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആൽക്കെയിനകത്ത് എന്തായിരിക്കും? ഈ ആൽക്കെയിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ആൽക്കെയിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നൊരു കാര്യം, ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ആൽക്കെയിനിൽ മീതെയിൻ, അതിൻ്റെ ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ ഇതൊന്നും കേട്ട് പേടിക്കേണ്ട, നമ്മളിപ്പോൾ പഠിക്കും കേട്ടോ. ഇപ്പോൾ നെയിമിങ് നമ്മൾ പഠിക്കും. കൂടി പോകുന്ന ആൾക്കാരാണ്, അവരുടെ പേരാണ് ആൽക്കീൻ അല്ലെ, മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, പെൻറ്റെയിൻ, ഹെക്സെയിൻ എന്നൊക്കെ പറഞ്ഞ് പോകും. അതിൽ നമ്മൾ പോകുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് എന്തിനായിട്ട് കാണാൻ പറ്റും? കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഇതാണ് ഹോമോലോഗ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നോക്കിയ ദ മോളിക്കുലർ ഫോർമുല ഓഫ് സം ഓഫ് ദ ഹൈഡ്രോ കാർബൺസ് ആർ ഗിവൺ ബിലോ. വിച്ച് ഓഫ് ദീസ് കോമ്പൗണ്ട് ബിലോങ് ടു ദ സെയിം ഹോമോലോഗ സീരീസ്? ഇതിൽ സെയിം ഹോമോലോഗ സീരീസ് വരുന്ന ആരാണ്? C2H6, അതുപോലെ C3, ഇവിടെ C3H4 വരാൻ പറ്റുമോ? 2 കാർബൺ ഉള്ളത് 3 കാർബണായി, 6 എന്നുള്ളത് 4 ആയി. അപ്പോൾ പറ്റത്തില്ല. ഒന്നാമത്തെ ആൾ നോക്കിയേ, കാർബൺ 2, ഹൈഡ്രജൻ 4. അപ്പോൾ ഇത് ഹോമോലോഗ സീരീസിൻ്റെ അടുത്ത സീരീസ് എന്തായിരിക്കും വരുന്നത്? C3H6. C3H6 ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവൻ്റെ ഹോമോലോഗ സീരീസ് ഇവിടെ ഇല്ല. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് C2H6. ഇവൻ്റെ തൊട്ടടുത്ത ആളാരായിരിക്കും? C3H8 ആയിരിക്കും. ഉണ്ടല്ലോ, ഇതാ കിടക്കുന്നു അല്ലേ. അപ്പോൾ ഈ C2H6ഉം C3H8ഉം ആണ് ഇവിടുത്തെ ഹോമോലോഗ സീരീസ് എന്ന് പറയുന്നത്. ഇവരുടെ ജനറൽ ഫോർമുല എന്തായിരിക്കും? C2H6 ആണ് വരുന്നത് അല്ലേ. അതായത് Cn എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ H 2 × 2 എത്രയാണ്? 4. 4 + 2 ആണ് എത്ര? 6 എന്ന് പറയുന്നത് അല്ലേ. C2H6 അല്ലേ. അപ്പോൾ ഇവർ ഏതായിരിക്കും? ഇവർ ANE അല്ലേ. അപ്പോൾ എന്തായിരിക്കും? ആൽക്കെയിൻസ് ആയിരിക്കും വരുന്നത്. ജനറൽ ഫോർമുല എന്തായിരിക്കും? CnH2n+2 ആയിരിക്കും നമ്മുടെ സീരീസ് എന്ന് പറയുന്നത്. C3H8 നമുക്ക് ഇതുപോലെ ഒന്ന് എഴുതി നോക്കാം. C3H 3 × 2 6, 6 + 2 8. അപ്പോൾ C3H8. അപ്പോൾ ഏതാണ്? ആൽക്കെയിൻ, ANEയിൽ വരുന്നതാണ്. ജനറൽ ഫോർമുല CnH2n+2 ആണ്. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ ഹൈഡ്രോകാർബൺസ് ആർ ഗിവൺ ബിലോ. മാച്ച് കളയാണ് ഞാൻ. ഓക്കെ, ഓഫ് ദ സെയിം ഹോമോലോഗ സീരീസ് ആർ ഗിവൺ ബിലോ. ഇപ്പോൾ C2H2, അടുത്തത് C3H4, അടുത്തത് C4H6 ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? കാർബണിൻ്റെ കൂടെ 1 കൂട്ടണം, C5, ഹൈഡ്രജൻ്റെ കൂടെ 2 കൂട്ടണം, CH8. തൊട്ടടുത്ത സീരീസ് എന്തായിരിക്കും? ഇവിടെ 1 കൂട്ടണം, 5ൻ്റെ കൂടെ 1 കൂട്ടി 6, H8ൻ്റെ കൂടി 2 കൂട്ടിയാൽ 10. ഇങ്ങനെയാണ് സീരീസ് പോകുന്നത്. അപ്പോൾ A എന്ന് പറയുന്നത് C5H8ഉം B എന്ന് പറയുന്നത് C6H10. ഓക്കെ, ഇവർ ഏത് ഗ്രൂപ്പിൽ വരും? C2H2 വരണമെങ്കിൽ അതെന്തായിരിക്കും? അത് ആൽക്കെയിൻ ഗ്രൂപ്പാണ്. ഫോർമുല ഒന്ന് എഴുതി നോക്ക്. CnH2n-2. അപ്പോൾ C2H 2 × 2 4, 4 - 2 എത്ര? 2. അപ്പോൾ C2H2 വരണമെങ്കിൽ അതെന്തായിരിക്കും? ആൽക്കെയിൻ ആയിരിക്കും. ജനറൽ ഫോർമുലയാണ് ദാ ഈ കിടക്കുന്നത്. ഓക്കെ, ഇവിടെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും? C5 എന്ന് വെച്ചാൽ 1, 2, 3, 4, 5. ഞാൻ ആദ്യം തന്നെ ഡബിൾ ബോണ്ട് കൊടുക്കുന്നു. പിന്നെ ഇവിടെ 1 ബാക്കിയുള്ളൂ. നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ, ഇവിടെ ഇനി ഹൈഡ്രജൻ പറ്റത്തില്ല. ഹൈഡ്രജൻ, 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 ഹൈഡ്രജൻ. ഇതായിരിക്കും എൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ക്ലാസ് ഞാൻ ഈ ടോപ്പിക്ക് വരെ നിർത്തുകയാണ്. കാരണം ഇനി വരുന്നത് നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ ആണ്. ഈ നോമൻക്ലേച്ചർ ഒരു ക്ലാസ് നമുക്കൊരു ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ആൽക്കീനും ആൽക്കൈൻ്റെ നെയിമിങ് ഒറ്റയടിക്ക് പഠിച്ച് നമുക്ക് എക്സാമ്പിൾ എഴുതി സെറ്റ് ചെയ്ത് എന്ത് ചെയ്യാം? പോവാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് പറയാൻ നിൽക്കുന്നില്ല. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അങ്ങ് നിർത്തുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.